Good morning. Okay, Priya, Manjusha, morning. Okay, Alina. Ishma, Saubatina, Majid, Salmat, okay. എന്തായി നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നില്ലേ? ഓക്കെ, നിമിഷ മോർണിംഗ്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ സൗബർണിക. പുതിയൊരു വർഷം ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വർഷത്തിലോട്ട് കടക്കുകയാണ് അല്ലെ. പുതിയ വർഷം എപ്പോഴും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമാകട്ടെ അല്ലെ. ഓക്കെ സൽമാൻ, ഓക്കെ രമസീന, ഓക്കെ. ഓരോ വർഷം കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വർഷം നമുക്ക് നല്ലതായിരിക്കും. പറയാൻ പറ്റില്ല. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കാം, നല്ല വർഷം കിട്ടിയിട്ടെല്ലാം. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു അല്ലെ. ഏതായിരുന്നു? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിംഗ്. നമുക്ക് പോർഷൻസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം കേട്ടോ. അത് വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് തേർഡ് മൊഡ്യൂളിലാണ് കൂടുതൽ ചാപ്റ്റേഴ്സുകൾ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ എനിക്ക് 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പിന്നെ തേർഡില് ചാപ്റ്റേഴ്സുകളാണെങ്കിൽ അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സുകളാണ്. എല്ലാവരും ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടന്നു തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ ചാപ്റ്റേഴ്സ് കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് നമുക്ക് വേഗത്തിൽ പോകണം കേട്ടോ. കുഴപ്പമില്ല, എന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. എങ്കിലും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകണം. പറ്റുമ്പോ എല്ലാവരും ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോ ഇന്നലെ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിംഗ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ക്വാളിറ്റി എന്താണെന്നാണ് പരിചയപ്പെട്ടത് അല്ലെ. ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ ആവശ്യങ്ങളെ എത്രത്തോളം നിറവേറ്റുന്നു എന്നതിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള് എത്രത്തോളം ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവിനെയും നമുക്ക് ക്വാളിറ്റി എന്ന് വിശേഷിപ്പിക്കാം. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് 3 ടേംസുകളാണ് അല്ലെ. ക്വാളിറ്റി അഷ്വറൻസ്, പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പിന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത്രയുമാണ് നമ്മൾ പഠിച്ച ടേംസുകൾ അല്ലെ. അപ്പൊ ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ ആവശ്യകതകളെ നിറവേറ്റും എന്ന ഒരു കോൺഫിഡൻസ് നൽകുന്നത് എന്താണോ അതാണ് ക്വാളിറ്റി അഷ്വറൻസ് പറയുന്നത്. അപ്പൊ കീവേഡ് ഒക്കെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. കോൺഫിഡൻസും വിൽ ബി സാറ്റിസ്ഫൈഡ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെ പറ്റി നമ്മൾ എന്താ QI എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തുടർച്ചയായ ഒരു പ്രോസസ് ആണ് അല്ലെ. അതൊരു ഓൺ ഗോയിങ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ്. കാര്യം നമ്മുടെ പേഷ്യന്റിന് ഏറ്റവും മികച്ച സേവനങ്ങള് അല്ലെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ തുടർച്ചയായിട്ടുള്ള ആ ഒരു പരിശ്രമത്തിനെയാണ് നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ഗോയിങ് റെസ്പോൺസ് കണ്ടോ, അത് ആ ഒരു വേർഡാണ് നോട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM എന്താണ് കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി, ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉറപ്പാക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവിധ എക്യുപ്മെന്റ്സുകളും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്റ്റാഫുകളും ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് നിലനിർത്തും എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വാളിറ്റി, ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഏറ്റവും കമ്മിറ്റഡ് ആയിട്ട് ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് തന്നെങ്കിൽ അല്ലെങ്കിൽ അത് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് സാധ്യമാവുള്ളൂ അല്ലെ. അത്രയും ടേംസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. വായിച്ചു നോക്കിയോ നിങ്ങൾക്ക്? നിങ്ങൾ വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റുകൾ തന്നെ നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി കൊടുക്കുകയാണ്. അടുത്തതാണ് ടോട്ടൽ
ക്വാളിറ്റി കെയർ. ക്വാളിറ്റി കെയർ എന്താണെന്നും അതിന്റെ കുറെ 9 കമ്പോണൻസുകളൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചു? ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് ടോട്ടൽ ക്വാളിറ്റി കെയർ? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ഗുണമേന്മയുള്ള ഒരു പരിചരണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ടോട്ടൽ ക്വാളിറ്റി കെയർ ഈസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ through constantly enhancing service to meet or exceed the needs and hopes of the customer. അതായത് ഒരു കസ്റ്റമറുടെ, നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആണ് അല്ലെ, അപ്പൊ കസ്റ്റമറുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളെ നിറവേറ്റുന്ന തരത്തില് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ എന്താണോ അതിനനുസരിച്ച് അവർക്ക് അത് നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ മതി കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ കോൺസ്റ്റന്റ്ലി എൻഹാൻസിംഗ് സർവീസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു ടേമാണ്, നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമാണ് ക്വാളിറ്റി കൺട്രോൾ അഥവാ QC. ഈ ക്വാളിറ്റി അഷ്വറൻസും ക്വാളിറ്റി കൺട്രോളും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് മാറിപ്പോവാത്ത രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ക്വാളിറ്റി കൺട്രോൾ കേട്ടോ, QC എന്നാണ് നമ്മൾ അതിനെ നോട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. It is a procedure or set of procedures that intends to make sure that medical service adheres to a defined set of quality criteria or meets the requirements of the client or a customer. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ കസ്റ്റമറിന്റെ, അതായത് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സുകള്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില്, അതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ, അതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊരു ഹോസ്പിറ്റൽ കൊടുക്കുന്നത് എന്താണ്? മെഡിക്കൽ സർവീസ് ആണ് ഒരു ഹോസ്പിറ്റൽ കൊടുക്കുന്നത് ആണല്ലോ. അപ്പൊ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ സേവനങ്ങള് അത് ഈ പറയുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയാസിനെ എത്രത്തോളം പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയാസിനെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചില നടപടിക്രമങ്ങളെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് മെഡിക്കൽ സേവനങ്ങള് അത് ഈ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ അതിലൂടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകള് നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു കൂട്ടം പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ISO 9000 ഡിഫൈൻസ്. ISO അറിയാലോ, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതാണ് ISOന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ. അണ്ടർലൈൻ ചെയ്യാത്ത ആ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഇതെന്താണ്? ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ക്വാളിറ്റി അഷ്വറൻസിന്റെയും ഡെഫിനേഷൻ തുടങ്ങുന്നത് കേട്ടോ. എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഒരു ഭാഗമാണ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. അത് ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുൾഫില്ല് ചെയ്ത് നിറവേറ്റുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവ തമ്മിൽ എന്ത് വ്യത്യാസം? ക്വാളിറ്റി അഷ്വറൻസും കൺട്രോളും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിച്ചിട്ടില്ല,
അല്ലെ? പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിച്ചിട്ടില്ല, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് പല പല സ്റ്റേജുകളിലൂടെയാണ്. ആ ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്ത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ ഉണ്ടാകുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകുന്നത് എന്താണോ അതാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്, ആണല്ലോ. അതേസമയം ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് എന്താ വ്യത്യാസം? നമ്മൾ ആ പ്രോഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായോ? ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ കൈകളിലേക്ക് ആ സേവനങ്ങൾ, ആ ഒരു പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞാല് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന തരത്തില് നമ്മൾ നടത്തുന്ന ചില പ്രൊസീജിയറുകൾ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഫുൾഫില്ലിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടല്ല, സംഭവം കയ്യിൽ എത്തിക്കഴിഞ്ഞു, മാർക്കറ്റിൽ റിലീസായി, ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് എത്തിക്കഴിഞ്ഞാല് അവരുടെ റിക്വയർമെന്റ്സിന് ഫുൾഫിൽ ചെയ്യുന്ന തരത്തിൽ അതിനെ നടത്തുന്ന നമ്മൾ പ്രൊസീജിയറുകളെയാണ് എന്ത് പറയുന്നത്? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അഷ്വറൻസ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ്, അതൊരു പ്രോആക്റ്റീവ് പ്ലാനിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നടത്തുന്ന ഒരു പ്ലാനിങ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അത് തരുന്നത്, അഷ്വറൻസ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നമ്മുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് എത്തിയതിനു ശേഷം അതിനുശേഷം നടക്കുന്ന ആ ഒരു റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കലാണ്, ഫുൾഫിൽ ചെയ്യിക്കലാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ രണ്ടൊരു ഡെഫിനിഷൻ ഒരുപോലെയാണ്. ക്വാളിറ്റി അഷ്വറൻസ് നോക്കിയേ, പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റർ ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ക്വാളിറ്റി കൺട്രോൾ എന്താ പറയുന്നത്? അതും ഇങ്ങനെ തന്നെ തുടങ്ങുന്നേ, പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യിക്കലാണ്. അത് പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചറിസ്റ്റിക് അല്ല, കയ്യിൽ എത്തിക്കഴിഞ്ഞു, പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഫുൾഫിൽ ചെയ്യിക്കലാണ് എന്ത്? ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വ്യത്യാസങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി തെറ്റുപോകില്ലല്ലോ. അപ്പൊ ഏതൊക്കെ ടേംസുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്? ക്വാളിറ്റി അഷ്വറൻസ്, അതിൽ ഓർക്കേണ്ട കീവേഡ്സ് എന്താണ്? കോൺഫിഡൻസും വിൽ ബി സാറ്റിസ്ഫൈഡ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു തുടർച്ചയായ ഒരു പ്രോസസ് ആണ്, അതാണ് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് റെസ്പോൺസ്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റാഫുകളും കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പേഷ്യൻസിന് ഏറ്റവും മികച്ച സേവനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം കൊടുക്കുന്നതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ്. അത് ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്? അതൊരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മാനേജിംഗ് ദ ടോട്ടൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital functions in a desirable condition. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വിവിധ തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സുകള്, അതായത് ക്വാളിറ്റി മെഷേഴ്സുകളും ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ വിവിധ തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സുകള്, അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകള്, ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതിയിൽ, അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കും, ക്വാളിറ്റി മെഷേഴ്സുകൾ ഉപയോഗിക്കും, അല്ലെ? അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചിട്ടുന്നല്ലേ പറഞ്ഞേ? അതിൽ ലാസ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ക്വാളിറ്റി മാനേജറുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചില്ലേ? ആ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത് തന്നെ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഒരു ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലിന് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി പ്രൊസീജിയറുകളും സ്റ്റാൻഡേർഡുകളും മറ്റ് സ്പെസിഫിക്കേഷൻസുകളെല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അത് ശരിയായ രീതിയിൽ അതിനെ വർക്ക്ഔട്ട് ആക്കുന്നതിനും ലയബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. അപ്പൊ ഏറ്റവും നല്ല മികച്ച സേവകൾ, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി പ്രൊസീജിയറുകൾ, അതുപോലെ സ്റ്റാൻഡേർഡുകൾ, സ്പെസിഫിക്കേഷൻസുകൾ എല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അത് സ്ഥാപിക്കുന്നതും അതിനെ നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല, he or she must pursue quality improvement in all the process and procedures of the hospitals and share the reports. അതായത് ഈ ഹോസ്പിറ്റലിന്റെ എല്ലാവിധ പ്രോസസ്സുകളിലായിക്കോട്ടെ, എല്ലാ ഓപ്പറേഷൻസുകളിലായിക്കോട്ടെ, പ്രൊസീജിയറുകളിലൊക്കെ ഏറ്റവും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്ത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എനിക്ക് ഒരു 13 അല്ലെ, 13 റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. ഒരു മിനിറ്റ്, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ആക്കിയിട്ട് എനിക്ക് വരാം. ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്: എൻഷുവറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഡയറ്ററി സർവീസുകൾ, ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളിലൊക്കെ ഏറ്റവും മികച്ച ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത്
ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമല്ല കേട്ടോ, ക്ലിനിക്കൽ സേവനങ്ങളിലും ഏറ്റവും എന്ത് ചെയ്യണം, നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷനും അതുപോലെ സെക്യൂരിറ്റിയും ഡയറക്ടറി സർവീസും ഇഷ്ടംപോലെ സപ്പോർട്ടിങ് ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരം സേവനങ്ങളുടെ ഏറ്റവും മികച്ച ഏറ്റവും ഗുഡ് ക്വാളിറ്റി അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ചുറ്റുപാടുകൾ ഏറ്റവും ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് നിലനിർത്തുക അല്ലെ, അത് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് OPD ഏരിയാസ്, ഔട്ട് പേഷ്യന്റ് ഏരിയകള്, വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റും പരിസരങ്ങളും എല്ലാം തന്നെ ഏറ്റവും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഉറപ്പുവരുത്തേണ്ടത്, അങ്ങനെ ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്, നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ ഉണ്ടല്ലോ, ധാരാളം ഫെസിലിറ്റികൾ നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട്. അത്തരം ഫെസിലിറ്റികളിലായി കഴിഞ്ഞാലും ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർവീസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇന്നിപ്പോ എല്ലാ സേവനങ്ങളും എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് അല്ലെ. ഇപ്പൊ ഫാർമസി ആയാലും റേഡിയോളജി ആയാലും എല്ലാ ഹോസ്പിറ്റലിനകത്ത് തന്നെ നമുക്ക് ഇൻ ഹൗസ് സർവീസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ചില സേവനങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടില്ല. ചിലപ്പോൾ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറയാം, പ്രത്യേകം എഴുതി കൊടുക്കാം. പക്ഷെ അപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സേവനങ്ങളായി കഴിഞ്ഞാലും ഏറ്റവും നല്ല സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? അവരെ റെഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികളിലായി കഴിഞ്ഞാലും അവർക്ക് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സേവനങ്ങളായാലും ഏറ്റവും നല്ല സേവനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യണം? അവരെ റെഫർ ചെയ്യണം അല്ലെ. അപ്പൊ അത് ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പീരിയോഡിക്കൽ അസസ്മെന്റ് കേട്ടോ. പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് അറ്റ് ദി സ്കോർ ഫോർ ദ ഫെസിലിറ്റി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പീരിയോഡിക് ആയിട്ട്, അതായത് നമ്മുടെ ഒരു റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അസസ് ചെയ്യുക, വിലയിരുത്താം. അതായത് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പേഷ്യന്റ് സേഫ്റ്റി അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇങ്ങനെയൊക്കെ ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പീരിയോഡിക് ആയിട്ട് അസസ് ചെയ്യാം, വിലയിരുത്താം. വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഫെസിലിറ്റിയിലേക്കുള്ള ആ ഒരു സ്കോറിലോട്ട്, അല്ലെങ്കിൽ അതിന് റേറ്റിംഗ് ചെയ്യാന്ന് നമ്മൾ പറയില്ല. ഏറ്റവും നല്ല ഫെസിലിറ്റി ആണോ, ഓരോ ഫെസിലിറ്റിക്കും ഒരു റേറ്റിംഗ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കോർ നമ്മൾ കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ സ്കോർ ചെയ്യണം? അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയകൾ ഇംപ്രൂവ് ചെയ്യണം, ഏറ്റവും ലോ സ്കോറിലുള്ളത് ഏതൊക്കെയാണ്, ലോ റേറ്റിംഗിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മൾ ഈ സ്കോർ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിന് അനുസൃതമായിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പീരിയോഡിക് ആയിട്ട് വിലയിരുത്തുക, അസസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോ ഫെസിലിറ്റിക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്കോർ നമ്മൾ കൊടുക്കുക അല്ലെ, ഒരു റേറ്റിംഗ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ബ്രാക്കറ്റില് ഗ്യാപ്പ് അനാലിസിസ്, ഗ്യാപ്പുകൾ തിരിച്ചറിയണം. ഗ്യാപ്പുകൾ തിരിച്ചറിയാൻ പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് എന്താണ്? ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകളാണ് ഉദ്ദേശിക്കുന്നത്. ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഏരിയകൾ നമ്മളിങ്ങനെ സ്കോർ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയകൾ ഇനി ഫർദർ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, അത് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന മേഖലകൾ ഏതാണ് അറിയാൻ പറ്റും. അതാണ് അവിടുത്തെ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകള്, ആ ഒരു ഗ്യാപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവോൾവ് ദ ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഇൻചാർജിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ പോരായ്മകളുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകള് അത് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക. ഓക്കെ, ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുന്നത് ആരുടെ ഗൈഡൻസിലായിരിക്കണം? ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. വെറുതെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, അത് നടപ്പിലാക്കണം അല്ലെ. അത് നടപ്പിലാക്കി അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ മോണിറ്റർ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ്? ഗ്യാപ്പുകൾ തിരിച്ചറിയുക, അതായത് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യാനുള്ളത് ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഫെസിലിറ്റേറ്റ് ദ കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നമ്മൾ അടുത്തത് പറയൂ കേട്ടോ. എന്തായാലും ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും ആരാണ്? ഈ പറയുന്ന ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ആണ്. സർട്ടിഫിക്കേഷൻ, അതായത് അക്രഡിറ്റേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ഏജൻസികൾ വരും അല്ലെ. ഇവരുടെ സർവീസുകളും മറ്റൊക്കെ അസസ് ചെയ്യാനായിട്ട് NABHJC ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ അതൊക്കെ ക്വാളിറ്റി സർട്ടിഫിക്കേഷന് വേണ്ടി വരുന്നതാണ് അല്ലെ. അപ്പൊ ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെന്താണ്? ensuring that the hospital meets all regulatory compliances like BMW, blood bank of storage license, AREB എന്നല്ല കേട്ടോ, AERB എന്നാണ് കേട്ടോ. ഇതൊന്ന് തിരിച്ചെഴുതണേ. AREB എന്നല്ല, AERB എന്നാണ് കേട്ടോ. ഈ സെക്കൻഡിലേക്ക് വരണം കേട്ടോ. റെഗുലേഷൻസ്, അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകളെ എല്ലാവിധ റെഗുലേഷൻസുകളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗമാണ് അല്ലെ. പ്രത്യേകിച്ച് BMW, that means ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് ബാങ്കിന്റെ സ്റ്റോറേജ് ലൈസൻസ് ഉണ്ട്. പിന്നെ AERB എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. ഓക്കെ, എന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആറ്റോമിക് AERB എന്നാണ് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, അപ്പൊ അതിന്റെ AERBയുടെ റെഗുലേഷൻസ്, കാര്യം റേഡിയേഷൻ ലൈസൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ എക്സ്റേയും സ്കാനിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന റേഡിയേഷൻ ലൈസൻസുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്, ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറേജ് ലൈസൻസുകൾ, അതുപോലെ തന്നെ AERBയുടെ റേഡിയേഷൻ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസുകൾ, അതെല്ലാം തന്നെ ഹോസ്പിറ്റലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗമാണ്. അത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ 7ാമത്തെ പോയിന്റിനാണ് കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ് and a timeline for its repair along with the AMC for all equipments. അതായത് കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്, പ്രവർത്തനരഹിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും ഹോസ്പിറ്റലില്. അപ്പൊ അതിന്റെയും അതുപോലെ തന്നെ ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് AMC. AMC എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്നാണ് കേട്ടോ. എന്താണ്? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. അപ്പോ നമ്മൾ ഈ പ്രവർത്തനരഹിതമാക്കിയ എക്യുപ്മെന്റ്സുകളും ഓരോ എക്യുപ്മെന്റ്സിന്റെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട ആ സമയപരിധിയും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സിനും എന്തുണ്ടാവും? നമ്മൾ ഒരു ഉപയോഗിച്ച് AMC എന്ന് വെച്ച് കഴിഞ്ഞാല് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കേട്ടോ. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. നമ്മൾ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിന്റനൻസ് നടത്തണം അല്ലെ. അപ്പൊ വലിയ വലിയ ഒരുപാട് എക്യുപ്മെന്റ്സുകളൊക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പ്രവർത്തനരഹിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? പ്രവർത്തിക്കാത്ത എക്യുപ്മെന്റ്സുകളും അതുപോലെ അതിന്റെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട, കറക്റ്റ് ആയിട്ട് മെയിന്റനൻസ് ചെയ്യേണ്ട ആ ഒരു സമയപരിധി അല്ലെ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റെക്കോർഡുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ,
പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? എട്ടാമത്തെ പോയിന്റ് എന്താണ്? പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെയിന്റനൻസുകൾ നടത്താം. അപ്പൊ പറഞ്ഞില്ലേ, എക്യുപ്മെന്റ്സുകളുടെ, അതുപോലെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, വാഹനങ്ങള്, ആംബുലൻസ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാം തന്നെ പ്രിവെന്റീവ് മെയിന്റനൻസുകളൊക്കെ നടത്താന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോപ്പർ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെയിന്റനൻസിലൂടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട്, അല്ലെ, അതുപോലെ അവിടുത്തെ എക്യുപ്മെന്റ്സുകളും മറ്റ് ഈ പറയുന്ന വാഹന സൗകര്യങ്ങളൊക്കെ അത് എന്താണ് കറക്റ്റ് ആയിട്ട് മെയിന്റനൻസ് നടത്തിക്കൊണ്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളും തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക. ഇതൊക്കെ എന്താണ് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ടു ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം both for employees and the patients. ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അവിടെയുള്ള പേഷ്യൻസുകൾക്കും എന്ത് വേണം? അതായത് ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള പരാതി പരിഹാര സംവിധാനങ്ങള് സ്ഥാപിക്കാനുള്ളതാണ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഈ ഡിജിറ്റൽ ആയിട്ട് നമ്മള് ഈ എന്താ പറയാ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പരാതികളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കംപ്ലൈന്റ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗ്രീവൻസസ്, ഓക്കെ, മീൻസ് അവർക്ക് പരാതികളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്രീവൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, അതുകൊണ്ടാണ് വെർച്വൽ ഗ്രീവൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾ ചെയ്യുക. കാര്യം ഈ പറയുന്ന എംപ്ലോയീസിനും പേഷ്യൻസിനൊക്കെ എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ 10ാമത്തെ പോയിന്റ് ഇതാണ്, സ്ട്രെങ്തൻ ആണ് കേട്ടോ. സ്ട്രെങ്തൻ, ഓക്കെ, സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. എന്താണ് MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാനേജ്മെന്റ്, HIMS എന്നൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറയാം കേട്ടോ. MISന്റെ ഫുൾ ഫോം ഇതാണ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ചാപ്റ്റർ നിങ്ങൾ പഠിച്ചോ? HIMSന്റെ ചാപ്റ്റർ പഠിച്ചോ? അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും, അടുത്ത വർക്ക് ഫ്ലോ വളരെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളെയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറുടെ മുന്നിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് വിവരങ്ങൾ ഡോക്ടർക്ക് കാണാൻ പറ്റും. ഫാർമസിയിൽ പോയാലും എവിടെ നമുക്ക് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം. അതുപോലെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, അല്ലെ? അതുപോലെ ബില്ലിംഗ് കാര്യങ്ങളും എല്ലാം ഓൺലൈൻ ആയിട്ടാണ്. ഫാർമസിയിലെ കാര്യങ്ങളെല്ലാം ഓൺലൈൻ ആയിട്ട്, മീൻസ് സിസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാത്തിനും പ്രത്യേകം എന്തുണ്ട്? സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഫാർമസിയിലാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ അതിന് പ്രത്യേകം സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ അതിന് പ്രത്യേകം സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. ബില്ലിംഗ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച്, ഇതൊക്കെ എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്താണ് ഫസ്റ്റ് പ്രശ്നം? നോയ്സ് വരുന്നുണ്ട്. ഫസ്റ്റിക്ക് മാത്രമാണ് പ്രോബ്ലം, അതോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് പ്രശ്നം? മറ്റുള്ളവർക്കുണ്ടോ നോയ്സിന്റെ പ്രോബ്ലം? ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ എന്താ ഉദ്ദേശിക്കുന്നത്? വരുന്നില്ല, ഓക്കെ. അപ്പൊ ഫസ്റ്റിന് ഒന്ന് കാര്യം ചെയ്യും. ഫസ്റ്റിന്റെ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എല്ലാവർക്കും ആ പ്രോബ്ലം ഇല്ല കേട്ടോ. ഫസ്റ്റിക്ക് മാത്രമാണ് ആ പ്രോബ്ലം വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, എന്ത് നോയ്സ്? പുറത്തുനിന്നാണോ നോയ്സ്? പുറത്ത് വേറെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ നോക്കുക, സ്ട്രക്ചർ ഓഫ് ഹോസ്പിറ്റൽ MIS ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ KPI
KPI എന്ന് പറഞ്ഞാൽ എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അല്ലെ, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗങ്ങളാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസുകൾ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാം. അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതൊക്കെ ഈ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഇതെല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസുകൾ എല്ലാം തന്നെ എടുക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ 11ാമത്തെ പോയിന്റ് ആണ് കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അസസിങ് അതോറിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അസസിങ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന അക്രഡിറ്റേഷൻ ബോഡീസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അസസ്മെന്റിനായിട്ട് വരുന്ന എന്താണ് ഏജൻസികളാവാം, ഓർഗനൈസേഷൻ ആവാം അല്ലെ, NABH, JCI ഇങ്ങനെയൊക്കെയുള്ള അസസിങ് അതോറിറ്റികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും കാര്യം. ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനും ക്വാളിറ്റി അസസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അസസിങ് അതോറിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതും ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് എംപ്ലോയീസിനുള്ള അവയർനെസ്സും ഉറപ്പാക്കുക. ഇപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഈ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം അല്ല. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവയർനെസ് ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഈ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയീസിന്റെ അവയർനെസ്, അവരുടെ എഡ്യൂക്കേഷൻ അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ കമ്മിറ്റികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ കമ്മിറ്റികൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്, കോഡ് ബ്ലൂ കമ്മിറ്റി ഉണ്ട് അല്ലെ. അങ്ങനെ ഓരോ കാര്യത്തിനും പോലെ ക്വാളിറ്റി അഷുറൻസുമായിട്ട് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിന്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികൾ എല്ലാം തന്നെ രൂപീകരിക്കേണ്ടതും അത് അറേഞ്ച് ചെയ്യുന്നതിനും ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ക്വാളിറ്റി മാനേജർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളുടെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ക്ലിയർ ആയോ? 13 പോയിന്റുകളും ഓക്കെയാണ്. ഈ സെയിം പോയിന്റുകളാണ് നിങ്ങൾ എവിടെ പഠിച്ചത്? ക്വാളിറ്റി മാനേജ്മെന്റിന്റെ അടുത്ത് പഠിച്ചത് കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ, മനസ്സിലായോ? എല്ലാ പോയിന്റുകളും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇപ്പൊ നോയ്സിന്റെ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ സൗണ്ടിന്? അടുത്തത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ? നമ്മളിപ്പോ ക്വാളിറ്റി അഷുറൻസ്, കൺട്രോൾ, ഇംപ്രൂവ്മെന്റ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? Quality certification is the process for improving patient containment
and enhancing quality standards. Last പറയാട്ടോ ഷംസീന, last പറയാം. Quality certification is the process for improving patient contentment and enhancing quality standards across the hospital of our country. അതായത് നമ്മുടെ രാജ്യത്തുടനീളമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ പറയുന്ന പേഷ്യന്റ് കണ്ടന്റ്മെന്റ്, ദാറ്റ് മീൻസ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിനെ സംതൃപ്തമാക്കുന്നതിനും അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെയും ഈ പറയുന്ന സേവനങ്ങളിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാം, നമ്മള് സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്, ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരാൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കൂല അല്ലെ. ഏറ്റവും നല്ല മികച്ച സേവനങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർ സർട്ടിഫൈഡ് ആവുന്നത് അല്ലെ. അപ്പോ ശരിക്കും സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ആരോഗ്യ മേഖലയിലെ സേവനങ്ങളെ കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. കാരണം ആ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യും, അവരുടെ സേവനങ്ങൾ കുറെ കൂടെ ബെറ്റർ ആക്കാനും കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് അതിന്റെ ഔട്ട്കം എന്താണ്, ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, ഏറ്റവും നല്ല ക്വാളിറ്റി നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഇത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അപ്പൊ സർട്ടിഫിക്കേഷനിലൂടെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഈ പറയുന്ന സേവനങ്ങൾ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ല സേവനങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ആണ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഇൻ അവർ കൺട്രി. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവിടെ കൊടുത്തിരിക്കുന്നതാണ്. അതിന് വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ, ഏറ്റവും ടോപ്പിൽ ആരായിരിക്കും, ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഈ പറയുന്ന സിഇഒ അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ടോപ്പ് മാനേജ്മെന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി അതിന്റെ കീഴിലായിട്ട് രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് സിഇഒ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ഏറ്റവും ടോപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, സിഇഒ ആണ് അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. പിന്നെ മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളാരാണ്, മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് അല്ലെ, മെഡിക്കൽ സൂപ്രണ്ടന്റ്. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് സിഇഒ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ട് ആണ്. ഓക്കെ, ഈ രണ്ട് കൂട്ടരുടെ കീഴിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി മാനേജർ കേട്ടോ. ആരാണ് വരുന്നത്, ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ കേട്ടോ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. അവരുടെ കീഴിലായിട്ട് രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്. ഓക്കെ, ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി അസിസ്റ്റന്റ്. ഓക്കെ, പിന്നെ ഇപ്പുറത്താണെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ മെഡിക്കൽ അതുപോലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടുത്തെ ഉള്ള എല്ലാ മെമ്പേഴ്സും റെപ്രസെന്റേറ്റീവ്സും ഇതിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് ലെവലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിന്റെ കീഴിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആൻഡ് സിഇഒ ഉണ്ടായിരിക്കും. മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സൂപ്രണ്ടന്റ് ഉണ്ടായിരിക്കും. അവരുടെ കീഴിലായിട്ട് ക്വാളിറ്റി മാനേജർ, ക്വാളിറ്റി മാനേജർക്ക് കീഴിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, അവരുടെ താഴെയായിട്ട് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി അസിസ്റ്റന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ റെപ്രസെന്റേറ്റീവ് ഫ്രം ദ ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ
ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, ഇവിടെ വരെയുള്ള ഭാഗങ്ങൾ കുറച്ച് ട്രൈ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായിരുന്നു. ഇനിയുള്ള ഭാഗങ്ങൾ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഈ ടേംസുകളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ്, മാനേജ്മെന്റിനകത്ത് പഠിച്ചതാണ്. അക്രഡിറ്റേഷൻ അല്ലെ? ഓക്കെ, എന്താണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ അല്ലെ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അംഗീകാരമാണ് അല്ലെ? ഒരു പൊതു അംഗീകാരം, ഒരു പബ്ലിക് റെക്കഗ്നീഷൻ ആണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ്, ഇറ്റ് ഈസ് ഡൺ ത്രൂ എൻ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കണക്ഷൻ വിത്ത് ദി സ്റ്റാൻഡേർഡ് അല്ലെ? നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലിന് അകത്തുള്ള ആളുകളാണോ ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. പിന്നെ എങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? പുറത്തുനിന്നുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ഓർഗനൈസേഷൻ ആവാം. അവരുടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു ഹോസ്പിറ്റലിന് പുറത്തു നിന്നും വന്നിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നുമുള്ള ഒരു ഏജൻസി ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം. അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ദാറ്റ് മീൻസ് വളരെ അൺബയസ്ഡ് ആയിട്ട്, പക്ഷപാതരഹിതമായി, എന്താണ് അൺബയസ്ഡ് ആയിട്ട്, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവര് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെറുതെ പ്രൊവൈഡ് ചെയ്യാണോ? അല്ല, കൃത്യമായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ? ആ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയാണ് എന്നത് പുറത്തു നിന്നുള്ള ഏജൻസി ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തിയതിനു ശേഷമാണ് ആ ഒരു ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളും അവർ അസസ് ചെയ്യും, അതിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും, എന്നിട്ടാണ് അവർക്ക് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഈ അക്രഡിറ്റേഷൻ തന്നെ പല ലെവൽ ഓഫ് അക്രഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതായത് എൻട്രി ലെവൽ ഉണ്ട്, അതുപോലെ ഓരോ ലെവലുകളുണ്ട്. അല്ലാണ്ട് ഒരു ഒറ്റ അക്രഡിറ്റേഷൻ ആയിട്ടല്ല കൊടുക്കുന്ന, ഓരോരുത്തരുടെ ലെവൽ ഓഫ് പെർഫോമൻസിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു അക്രഡിറ്റേഷൻ. ഇപ്പൊ നമ്മളെ അക്രഡിറ്റഡ് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അപ്പൊ ഓരോ ലെവലുണ്ട് അതിന്. ഓക്കെ, അപ്പൊ ആ ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ആ ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തിയതിന് ശേഷമാണ്, അത് പുറത്തുനിന്നുള്ള ഒരു ഏജൻസി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം, അവരാണ് എന്ത് കൊടുക്കുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് അക്രഡിറ്റേഷൻ ഈസ് ദ നോൺ കമ്പൽസറി. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർബന്ധമുള്ള ഒരു കാര്യമില്ല, നോൺ കമ്പൽസറി ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വോളണ്ടറി ആണെന്ന് പഠിച്ചിട്ടുണ്ടോ? അതായത് ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമല്ല. അത് വേണമെങ്കിൽ ആവാൻ കാര്യം അക്രഡിറ്റേഷൻ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അക്രഡിറ്റേഷൻ വേണം എന്നുള്ളത് അത് ഓരോ ഹോസ്പിറ്റലിനും അവർക്ക് സ്വയം ഡിസൈഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും എന്തല്ല, അതൊരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമില്ല. അതായത് അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതൊരു ലീഗൽ റിക്വയർമെന്റ് അല്ല. അതുകൊണ്ടാണ് അത് പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ കമ്പൽസറി, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വോളണ്ടറി ആണ്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ? ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അത് ഒരു വൺ ടൈം ഇവന്റ് അല്ല ശരിക്കും, അതൊരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കേട്ടോ. ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാര്യം ഇത്ര നമ്മൾ അക്രഡിറ്റേഷൻ ഓരോ കാലഘട്ടങ്ങളുടെ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പുതിയ പുതിയ സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരും, പഴയ ചില കാര്യങ്ങൾ എടുത്തു മാറ്റും. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു അക്രഡിറ്റേഷൻ കൊടുത്താൽ അത് എന്താണ് വൺ ടൈം ആയിട്ട് കൊടുക്കുന്നതല്ല. അതിങ്ങനെ ഓരോ കാലഘട്ടം കഴിയുന്തോറും നമ്മൾ അതിൽ കുറെ ഇംപ്രൂവ്മെന്റ്സുകളും മാറ്റങ്ങളും അഡീഷൻസുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓൺഗോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കേട്ടോ.
അതൊക്കെ നിങ്ങൾക്ക് അവിടെ പഠിച്ചതാണ്. പുറത്ത് വയ്ക്കുക. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് റെക്കഗ്നീഷൻ ആണ്. ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തിക്കൊണ്ടാണ് ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ആ ഇവാലുവേഷൻ നടത്തുന്ന ഈ പറയുന്ന ബോർഡുകളാണ് NABH, അതുപോലെ JCI, ACHSI എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള ചില എക്സ്റ്റേണൽ ബോർഡുകളാണ്. നമ്മൾ പഠിക്കുന്നത് NABH പറ്റി. കാര്യം നമ്മള് നമ്മൾ ഇന്ത്യക്കകത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ഹോസ്പിറ്റലുകള്, മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്കൊക്കെ ഇതുപോലെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഒക്കെ നടത്തി അംഗീകാരം കൊടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് NABH എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയ പ്രത്യേകതകളാണ് കേട്ടോ. അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി, അല്ലെങ്കിൽ അത് വോളണ്ടറി ആണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അംഗീകാരമാണ് കേട്ടോ. ഈ ഒരു അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? അപ്പൊ അതായത് പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് പ്രത്യേകം അവിടെ കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് അത് പറയുന്നുണ്ട്. പിന്നെ ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. പിന്നെ പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ ദ സ്റ്റാഫ്, അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ അങ്ങനെ പ്രത്യേകം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഫോർ ദ പേഷ്യൻസ്, ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അക്രഡിറ്റേഷൻ കൊണ്ട് ലഭിക്കുന്നത്? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ്? പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. അതെ, ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ആർക്ക് തന്നെയാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേട്ടോ. കാര്യം എന്താണ്? അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണങ്ങളും അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റിയും അവര് ഉറപ്പുവരുത്തും. കാരണം അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു അംഗീകാരമാണ് അല്ലെ, വലിയൊരു പബ്ലിക് റെക്കഗ്നീഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മോശം സേവനങ്ങളായിരിക്കും കൊടുക്കുക? ഒരിക്കലും അല്ല, ഏറ്റവും നല്ല സേവനങ്ങളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് അക്രഡിറ്റേഷൻ എന്തിന് കാരണമാകുന്നു? ഏറ്റവും ഹൈ ക്വാളിറ്റി ഓഫ് കെയറിനും പേഷ്യന്റ് സേഫ്റ്റിക്കും കാരണമാകുന്നു അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് പേഷ്യൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി. ഓക്കെ, പിന്നെന്താണ്? ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. ക്രെഡൻഷ്യൽഡ് എന്ന് പറയുമ്പോൾ വളരെ യോഗ്യരായിട്ടുള്ള ആളുകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ വളരെ യോഗ്യരായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അത്തരം ഹോസ്പിറ്റലുകളിലെ പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നത്? സേവനങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദ റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ ഈ പറയുന്ന പേഷ്യൻസുകളെ മാനിക്കുകയും അതുപോലെ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അല്ലെ. അതായത് അവരുടെ കാര്യങ്ങൾ, അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ അവിടെ മാനിക്കുന്നുണ്ട്, അവർക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ ആ ഒരു സംരക്ഷണവും അത്തരം ഹോസ്പിറ്റലുകളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. കാര്യം അതൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. പിന്നെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. അതിന് പുറമെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സേവനങ്ങൾ കൊടുക്കുക മാത്രമല്ല, ആ സേവനങ്ങളിൽ പേഷ്യൻസ് സംതൃപ്തരാണോ എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനും അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇനി ഷംസിന് എന്താ ചോദിച്ചത്? ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണുള്ളത് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ? പ്രോസസ് ഓഫ് മാനേജിംഗ് ദ ടോട്ടൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ഇൻ എ വെർച്വൽ ഫാഷൻ ബൈ അപ്ലൈയിങ് ഡിഫറെന്റ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മെഷേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്.
അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡുകള്, ക്വാളിറ്റി മെഷേഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ മാനേജ് ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സ്. നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റാൻഡേർഡുകൾ നമ്മൾ അതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിനായിട്ടുള്ള മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അതായത് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ഇമ്പോർട്ടന്റ് അല്ല. അതൊന്നും ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ എന്നിട്ട് അധികം ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. അതുപോലെ പുതിയ വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.